ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആര് വന്നിട്ടുള്ള കുഞ്ഞിക്കലത്തപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിയാവില്ല എന്നുള്ള പേടി കൊണ്ടാണ് ആരും ഇത് ഉണ്ടാക്കാൻ നിൽക്കാത്തത്. ഫ്ലോപ്പായി പോകുന്നില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. If you are watching our video for the first time, please subscribe, like, share and comment. ഞാൻ കുറച്ചധികം കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കൂടുതൽ അരി കുതിർത്തി വെച്ചത്. ഇത് 4 കപ്പ് പൊന്നിയരിയും പിന്നെ 2 കപ്പ് നേരിയരിയും കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചതാണ്. ഒരു 8 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിത് കഴുകിയെടുത്തിട്ട് ഗ്രൈൻഡറിൽ നിന്നാണ് അരച്ചെടുക്കുന്നത്. ഞാൻ ഈ അരി 3 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. നല്ലോണം അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പത്തിൻ്റെ അരി നല്ലോണം അരയണം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. നമ്മൾ റൊട്ടിക്കെല്ലാം അരക്കുന്നതിൽ കുറച്ച് ലൂസായിട്ട് അരച്ചെടുത്താൽ മതി. നമ്മളെ അരി ഇവിടെ നല്ലോണം അരഞ്ഞിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരയണം, തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് കണ്ടില്ലേ, കയ്യിൽ ഒട്ടുന്നൊരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അധികം ലൂസായി പോകണ്ട, പഞ്ചസാര ചേർക്കുമ്പോൾ ലൂസായി പോകും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ ഈ അരി സോക്ക് ചെയ്ത് വെച്ചത് ചൂടുവെള്ളത്തിലല്ല, നോർമൽ വാട്ടറിലാണ്. പിന്നെ പുയിങ്ങലരി എടുത്തത് 7 സ്റ്റാർ HMT ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാം. ഗ്രൈൻഡറിൽ നിന്ന് അരി അരച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിലും വേഗം അരിഞ്ഞ് കിട്ടുക. നമുക്ക് ഈ അരി അരിയാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ആദ്യം തന്നെ അരി ഇടുന്ന സമയത്ത് തന്നെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 10-12 ഏലക്കായ, ചെറിയ ഏലക്കായ കേട്ടോ, അതാണ് 12 എടുത്തത്. വലുതാങ്കിൽ കുറച്ചിട്ട് എടുത്താൽ മതി ഈ ഒരു അളവിന്. അത് തൊലി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇത് വെള്ളത്തോടു കൂടി അരയുന്നത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് വെച്ചിട്ട് ബാക്കി അരിയും അരച്ചെടുക്കാം. അപ്പോൾ അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് ഉള്ളത്. ഈ ഒരു പാത്രത്തിൽ നിന്ന് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം. 4 കപ്പ് പുയിങ്ങലരിയും 2 കപ്പ് നേരിയരിയും എടുത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് പുയിങ്ങലരിയും 1/2 കപ്പ് നേരിയരിയുമാണ് എടുക്കുന്നതെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. 3 കപ്പ് പഞ്ചസാര നമുക്ക് അളന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 3 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കണം. മിക്സിയിൽ അരച്ചിട്ട് കുഞ്ഞിക്കലത്തപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ കുറേ മുമ്പേ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത് നല്ല കുഞ്ഞിക്കലത്തപ്പം തന്നെയാണ്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽട്ടായി വരുമ്പോൾ ഇത് ലൂസായിട്ട് വരും. ഞാനിതിൽ കുറച്ചും കൂടി ഇത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണുള്ളത്. അധികം ലൂസായി പോയാൽ പരന്ന പോലെ ആയി പോകും. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഒരു ഒത്ത ലൂസിൽ വേണം. ഇത് നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും. ആദ്യം തന്നെ കുറേ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് ഒരു തവി മാവ് എടുത്തിട്ട് ഒരു ബോളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ പിന്നെ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. അധികം എണ്ണ ഒഴിക്കരുത് കേട്ടോ, ഈ ഒരളവിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് എണ്ണ ചൂടുണ്ടാവണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കൊടുത്താൽ മതി, ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഇതിൽ മധുരം കുറവുണ്ടെങ്കിൽ പൂരിയെല്ലാം പൊങ്ങുന്നത് പോലെ പൊങ്ങി വരും, ഫുള്ളായിട്ട് അങ്ങ് പൊങ്ങിപ്പോവും. അപ്പോൾ പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം കേട്ടോ അരിയിലേക്ക്, എന്നിട്ട് ഒഴിച്ച് കൊടുക്കാവൂ. ഇതുപോലെ ആര് വന്നിട്ട് നടുഭാഗം ഇതുപോലെ ചെറുതായിട്ട് പൊങ്ങുന്ന സമയത്ത് നമുക്കിതങ്ങോട്ട് നീക്കി വെച്ചിട്ട് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കാം. മേലെ ഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സൈഡൊക്കെ കണ്ട ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് എണ്ണ വാർത്തി കൊടുത്തിട്ട് എടുത്ത് വെക്കാം. ഈ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ടാക്കാമെന്ന്, ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം കുറച്ചല്ലേ ഉള്ളൂ.
1 കപ്പ് പുഴുങ്ങലരിയും 1/2 കപ്പ് നേരിയരിയും എടുക്കുന്നതാണെങ്കിൽ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാകും. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മളിപ്പോൾ നെയ്യ് ചേർത്തിട്ട് ഉണ്ടാക്കിയതും നന്നായിട്ട് കിട്ടുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ടേസ്റ്റും കൂടുതലുണ്ടാകും, അതുപോലെ സോഫ്റ്റും ഉണ്ടാകും. പിന്നെ അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലോണം ആര് വന്നിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.